നമ്മുടെ ജയറാം മേട്ടൻ തമിഴേട്ടൻ. ശുക്രിയ. എന്റെ നമ്പരായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. പുള്ളി തമിഴ്നാട് കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. തെലങ്കാനയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു, പല സ്ഥലത്തും പോകുന്നുണ്ട് പുള്ളി. ഓരോ സ്ഥലത്ത് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അവിടുത്തെ കളറാണ് പുള്ളി. കളർ ഇൻ ദ സെൻസ് അവിടുത്തെ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് നോക്കിയിട്ട് നിൽക്കണ വളരെ വളരെ മെറ്റിക്കുലസ്ലി സംസാരിക്കുന്ന, ബെല്ലാരിയിൽ അവൻ ബെല്ലാരി രാജ, സൗദിയിലെ അറബികൾക്ക് അവൻ ഡയമണ്ട് രാജ, എല്ലാവരെയും സൂചിപ്പിച്ചുകൊണ്ട് നല്ല രീതിക്ക് ഒരാള് ജയറാമേട്ടൻ, നമ്മുടെ തമിഴേട്ടൻ. എന്തൊരു എളിമ, എന്തൊരു വിനയം. ശരിയാ. ഇപ്പൊ തമിഴേട്ടൻ പണ്ട് പറഞ്ഞത് 2020 ക്ലൈമാക്സ് എടുക്കണ അന്ന്, ജോഷി സാർ എടുക്കണ അന്ന് തമിഴേട്ടന് ശബരിമലയ്ക്ക് പോകണ്ടായിരുന്നു. 2020 പടത്തിൽ വന്ന് ക്ലൈമാക്സിൽ വന്ന് സുരേഷ് ഗോപി, ലാലേട്ടൻ എല്ലാവരോടും നടന്നു വരുന്ന ഒരു സീനുണ്ട്. അപ്പൊ അതിൽ പക്ഷെ ജയറാമേട്ടൻ മിസ്സിംഗ് ആണ്. ജയറാമേട്ടൻ അപ്പം ശബരിമലയ്ക്ക് പോകാനുള്ള ഒരു അന്ന് ഡേറ്റ് അതാണ് ബുക്ക് ചെയ്തത്. അതുകൊണ്ട് അതിന് പോവാൻ വേണ്ടി ഇത് വിട്ടിട്ട് അത് പോയെന്നാണ്. അത് ശരിയാണോ? സത്യമായി പറയുന്നവനായി ഈ രാജാക്കൻ. ശരിയാണ്. അതിങ്ങനെ ജോഷി സാറിനോട് പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ. അപ്പോൾ എൻ്റെ സീനൊക്കെ കഴിഞ്ഞു, ആ ഫൈറ്റിൻ്റെ ഇതൊക്കെ കഴിഞ്ഞു. വെയിറ്റ് ചെയ്യടാ, നിങ്ങൾ 5 പേരും കൂടി നടന്നു വരുന്ന ആ ഷോട്ടും കൂടി എടുത്താൽ. സാറേ എന്റെ ഷോട്ട് എപ്പോഴാണ്? ആദ്യമായിട്ട് അഭിനയിക്കണേ, ഒരു ടെൻഷൻ പേടിക്കണ്ട, നമുക്ക് ഉടനെ തുടങ്ങാം. ഞാൻ പറഞ്ഞിങ്ങനെ സാറ് എടുക്കടാ, വൈകുന്നേരത്തുള്ള എടുക്കാന്ന് പറഞ്ഞു. അന്നങ്ങനെ പോയി വൈകുന്നേരമായിട്ട് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിനടുത്ത ദിവസമായി രാവിലെ തൊട്ട് ഞാൻ പറഞ്ഞു, സാർ ഇത് എടുക്കെടുക്ക എടുക്ക പറ്റിയത് അങ്ങനെ ഇങ്ങനെ പറഞ്ഞു മണി 4 ആകാറായി. അന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ പറഞ്ഞു, സാർ ഇങ്ങനെ എനിക്ക് അവിടെ നട അടയ്ക്കുന്ന ആളെ എൻ്റെ പൂജയും എല്ലാം വെച്ച് തീരുമാനം പിന്നെ എൻ്റെയാണ് എടുക്കേണ്ടത്. ഈ 5 പേരിൽ നടന്നു വരുന്ന ഏതാണ് വലുതെന്ന് തോന്നിയപ്പോൾ എനിക്ക് അതാണ് വലുതെന്ന് തോന്നി. അപ്പം അതുകൊണ്ട് പിന്നെ പുള്ളിക്ക് ഇമ്പോർട്ടൻസ് ശബരിമലയ്ക്ക് പോകുന്നുള്ളായിരുന്നു. അതുകൊണ്ട് പുള്ളി അന്ന് ഷൂട്ടിന് പങ്കെടുക്കാതെ അങ്ങ് പോയി. നീ എന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ലാതെ നുണ പറയണേ? ശീലായി പോയി കുരിഞ്ഞട്ടാ, മാറ്റണം. ഇപ്പൊ തമിഴ്നാട്ടിൽ പോയി ഇന്റർവ്യൂ എടുത്തപ്പോൾ അവിടുത്തെ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് പുള്ളി മറ്റേ എന്താ ദീപാവലി ആഘോഷിക്കാൻ പോയെന്ന് പറഞ്ഞിരിക്കുന്നത്. படத்தோடு கடைசி ஷாட்டில் இப்படி இருக்கணும். ஓகே, இதில் வந்து ஒரு படம் என்ன ஒரு வாட்டி கூட பாருங்க. கடைசியில் வந்து இந்த ஒரு ஆள் மட்டும் இருக்க மாட்டேன். ஓ, എന്താ സംഭവം പറ കേക്കട്ടെ. என்னன்னா அதோட கிளைமேக்ஸ் ஷூட் பண்ணிருக்கும் போது ஜோஷி சார் தான் டைரக்டர். ஓகே, என்னோட போர்ஷன் ஃபைட் எல்லாம் முடிஞ்சிருச்சு. சரி, கடைசியில் இந்த 5 பேரும் சேர்ந்து நடந்து வரத ஒரு ஷாட் மட்டும் எடுக்கணும். அது எப்படினாலும் இந்த ஃபைட் எல்லாம் முடிஞ்சு எப்படி வரது பார்த்து தான் எடுக்க முடியும். இன்னும் 2 days இருக்கு சொன்னாங்க. 3-4 ദിവസം കൂടി കഴിഞ്ഞ ദീപാവലി അല്ലേ, അതുവരെ ഒന്ന് ക്ഷമിക്കണം. ഞാൻ വെയിറ്റ് ചെയ്യാ, പക്ഷെ വെയിറ്റിംഗ് ചാർജ് തരണം. கரெக்டாக தீபாவளி டைம் எங்கள் வீட்டில், சார் தீபாவளி வீட்டுக்கு போனோம், சென்னை போனோம். இல்லை உனக்கு தீபாவளி பெருசா, കടസിയിൽ എല്ലാവരും 5 പേർ നടന്നു വരുന്നത് ബെസ്റ്റാ? അതങ്ങനെ അല്ലല്ലോ മനോജ്, അങ്ങനെയല്ലേ. അപ്പം ഞാൻ പറഞ്ഞു, സാർ ഇങ്ങനെ എനിക്ക് അവിടെ നട അടയ്ക്കുന്ന ആളെ എൻ്റെ പൂജയും എല്ലാം വെച്ച് തീരുമാനം പിന്നെ എൻ്റെയാണ് എടുക്കേണ്ടത്. யோசிச்சேன், சார் எனக்கு தீபாவளி தான் முக்கியம் அப்படின்னா போகணும். കഴിഞ്ഞ ഗാന്ധി ജയന്തി സാറി കഥ പറഞ്ഞു. ഇപ്പൊ ടെൻഷൻ കാരണം കൂടി ഉണ്ടാവും. ഇതിങ്ങനെ പറഞ്ഞു കൂടി വരും. നീ ഏതായാലും പറയും, ബാക്കിയോടെ പറയും. ഇല്ലടാ, ഞാൻ ഒന്നും പറയുന്നില്ല. അവിടുത്തെ ഇന്റർവ്യൂല് പുള്ളി ഇനി വല്ല മിഡിൽ ഈസ്റ്റ് കണ്ടിലാണെങ്കിൽ ഹജ്ജിന് പോയി എന്നൊക്കെ പറഞ്ഞു കളയും. ജയറാമേട്ടന്റെ അതൊരു കഴിവാണത് സംസാരിക്കാനുള്ളത്. KG പൊതുവാളിന് ആരെങ്കിലും കളി പഠിപ്പിക്കണം, ഈ 4 കാലിൽ ആരെയും നീന്തം പഠിപ്പിക്കണം. അതിന്റെ ആവശ്യമില്ല.